രാമോജി ഫിലിം സിറ്റിയിലെ കാഴ്ചകൾ നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് ഭാഗവതം, ശ്രീ ഭാഗവതം എന്ന് പറയുന്നത് ഒരു സീരിയലായിരുന്നു കേട്ടോ. തെലുഗു സീരിയലാണ്, ഒരു മെഗാ സീരിയലായിരുന്നു കേട്ടോ അത്. അപ്പോൾ അതിൻ്റെ സെറ്റ് അതുപോലെ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുവാണ്. അതുപോലെ തന്നെ ബാഹുബലി സെറ്റും, ബാഹുബലി മൂവിയുടെ സെറ്റും അവിടെ പ്രിസർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും നമുക്കിന്നൊന്ന് കാണാം. അപ്പോൾ നമ്മുടെ ഭാഗവതം സെറ്റിൻ്റെ ഈ ഇടനാഴിയിലൂടെ പോകുമ്പോൾ രണ്ട് ഭാഗത്തും അതിലുള്ള ക്യാരക്ടേഴ്സില്ലേ, നമ്മുടെ പുരാണ കഥാപാത്രങ്ങളുടെ ആ ക്യാരക്ടേഴ്സിൻ്റെ ഒക്കെ ഇത് നമുക്കതിൻ്റെ പിക്ചേഴ്സായിട്ടും അതിൻ്റെ സ്റ്റാച്യൂസൊക്കെ ഉണ്ട് കേട്ടോ. ശരിക്കും ഇതിലൂടെ നടന്നു പോകുമ്പോൾ നമ്മൾ പണ്ട് കണ്ടിരുന്ന രാമായണം, മഹാഭാരതം ആ സീരിയലിനെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള കാഴ്ചകളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതിലുള്ള ആ സെറ്റ് കാണുമ്പോഴുണ്ടല്ലോ, ശരിക്കും എന്താ പറയുക, സിനിമയെക്കാളും വെല്ലുന്ന രീതിയിൽ ശരിക്കും ഇതൊക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നിപ്പോൾ ആ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണോ എന്ന് പോലും തോന്നിപ്പോകുന്ന രീതിയിലുള്ള സെറ്റുകളാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ അതിൻ്റെ അകത്തുള്ള ലൈറ്റിംഗ് ആണെങ്കിലും ഒക്കെ അതിഗംഭീരമായിട്ട് തന്നെ അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സീരിയലിൻ്റെ ആക്ച്വലി സെറ്റാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ. അതിൻ്റെ ആ ഒരു രാജധാനിയൊക്കെ കാണുമ്പോൾ ശരിക്കും റിയൽ ആണെന്ന് തോന്നിപ്പോവും. അത്ര നല്ല രീതിയിലത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് കേട്ടോ. ഇവിടെ ഇരിക്കുന്ന ഇരിപ്പിടങ്ങളും നമ്മൾ ആ ഹസ്തിനപുരിയിലൊക്കെ പോയി നമ്മൾ ആ സീരിയൽ കാണുമ്പോഴുള്ള ഒരു ഫീലാണ് കേട്ടോ. ഇതിലൂടെ പോകുമ്പോൾ നല്ല ഭംഗിയുണ്ട്. നേരിട്ട് കാണുമ്പോൾ അത് ശരിക്കും ആ ഒരു ക്യാമറയിൽ എനിക്ക് അത്രയും പകർത്തിയെടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നല്ല രസമായിട്ടുള്ള ഒരു സെറ്റാണ്, സീരിയൽ സെറ്റാണിത് കേട്ടോ. അപ്പോൾ ഇത് ഒരു മ്യൂസിയം പോലെ നമുക്ക് കാണാൻ, നമ്മുടെ അവിടെ സന്ദർശകർക്ക് കാണാം എന്നുള്ള രീതിയിൽ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇങ്ങനെയുള്ള രണ്ട് സെറ്റുകളാണ് അവിടെയുള്ളത്. അപ്പോൾ ആ കാഴ്ചകൾ നമ്മൾ കാണുവാണ്. ഇതിൽ എന്താ പറയുക, സൗണ്ട് എഫക്റ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുമാത്രമല്ല ഇവിടെയുള്ള ഈ സ്റ്റാച്യൂസ്, ഈ സിംഹാസനത്തിലിരിക്കുന്ന രാജാക്കന്മാരും മന്ത്രിമാരും ഒക്കെ തന്നെ മൂവിങ് ആണ് കേട്ടോ. അതിപ്പോൾ ക്ലോസ് ആയിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോഴും നമുക്ക് മനസ്സിലാവും ഒരു മൂവ്മെൻറ്റ് കൂടെ ഉണ്ട് അതിനകത്ത്. എന്തായാലും അതിഗംഭീരമായിട്ടുണ്ട് ഈ ഒരു സെറ്റ്. കണ്ടില്ല എന്ത് മനോഹരമാണെന്ന് നോക്കിയേ. അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അതിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. അപ്പോൾ ആക്ച്വലി നല്ല ചൂടുള്ള സമയമാണ് കേട്ടോ. പക്ഷെ എന്നാലും നമ്മൾ അത്രയ്ക്ക് അങ്ങോട്ട് അറിയുന്നില്ല. പിന്നെ ഇതിന് കുറേ കരിമ്പിൻ ജ്യൂസ് പോലുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെയുള്ള ഔട്ട്ലെറ്റുകളും പിന്നെ റെസ്റ്റോറൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനുള്ളിലുണ്ട്. അപ്പം ഞങ്ങൾ ഇറങ്ങുമ്പോഴത്തന്നെ ഇവിടെ ഒരു കരിമ്പിൻ ജ്യൂസിൻ്റെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് അതൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെയുള്ള റെയിൽവേ സ്റ്റേഷൻ നോക്കിയേ, നമ്മൾ പല മൂവീസിലും കാണുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഇവിടുന്ന് ഞാൻ ചെറിയ ഷോർട്സൊക്കെ എടുത്ത് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏത് റെയിൽവേ സ്റ്റേഷനാണോ അതിനനുസരിച്ചിട്ട് അവിടെ പേരൊക്കെ മാറ്റിയിട്ട് അങ്ങനെ ഷൂട്ട് ചെയ്യുന്ന സ്ഥലമാണ്. പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ നേരെ അവിടുന്ന് വേറെ നമ്മുടെ ആ ഒരു റെഡ് ബസ് ഞാൻ പറഞ്ഞല്ലോ, ആ ബസ്സിൽ കയറിയതിന് ശേഷം നമ്മൾ പോകുന്നത് അടുത്ത സെറ്റിലാണ്. ഇതെല്ലാവർക്കും അറിയുന്നൊരു സെറ്റാണ്, ബാഹുബലിയുടെ സെറ്റാണ് കേട്ടോ. അവിടെ അതിൻ്റെ എല്ലാ പിക്ചേഴ്സും ഒക്കെ എടുത്ത് അവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. ശരിക്കും ആ മൂവിയിൽ എന്തൊക്കെയാണോ കാണിച്ചിരിക്കുന്നത്, ആ മൂവിയെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് വിശകലനം ചെയ്ത ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റും. ഈ ഓരോ കാര്യങ്ങളും കാണുമ്പോഴും എന്തൊക്കെയാണ് അവിടെ കാണിച്ചിരിക്കുന്നത് എന്നുള്ളത്. വലിയൊരു സെറ്റാണ് കേട്ടോ അത് ബാഹുബലിയുടെ. ഇതിപ്പം ഇതിനകത്ത് നമ്മൾ കയറിയില്ല, അതിൻ്റെ പുറമേയുള്ള കാര്യങ്ങളാണ് അവിടെ എല്ലാം. അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അതിനുള്ളിലുള്ള കാഴ്ചകളാണ് കാണാൻ പോകുന്നത് കേട്ടോ. ഇതൊക്കെ ഓർക്കുന്നോ, ഈ ഒരു ഡ്രം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ? അതിൻ്റെ ആ ഒരു ബാഹുബലിയുടെ മെയിൻ ആയിട്ടുള്ള ആ ഒരു കൊട്ടാരത്തിൻ്റെ ആ ഒരു മാതൃകയും അങ്ങനത്തെ ഒക്കെ അതിൻ്റെ മോഡലാണത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മളെ ചെറിയ അഭ്യാസ പ്രകടനങ്ങളൊക്കെ കഴിഞ്ഞ് ഫോട്ടോസൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അതിനകത്തേക്ക് എൻട്രി ചെയ്യുന്നത്. എൻട്രി എടുത്ത് അവിടുത്തെ ഒരു ഇതിനകത്ത് ആ ഒരു വലിയൊരു ഡോർ തന്നെ നോക്കിയട്ടെ, കോട്ട വാതിലുകൾ തന്നെ ഇങ്ങനെ വലിയൊരു വാതിലാണ് കേട്ടോ. അത് ഭയങ്കര ഹ്യൂജാണത് ആക്ച്വലി. അപ്പോൾ അതിലൂടെ നമ്മൾ എൻട്രി ചെയ്യുമ്പോഴുള്ള കാഴ്ചകളാണ് ഇതൊക്കെ സെറ്റാണെന്ന് നമുക്ക് ഇവിടെ വരുമ്പോഴാണ് മനസ്സിലാവുന്നത്. അപ്പം നമ്മൾ ആ മൂവിയിൽ കാണുമ്പോഴേ ശരിക്കും എത്ര ഭംഗിയായിട്ടാണ് അതൊക്കെ ചെയ്തിരിക്കുന്നതെന്ന് നോക്കിയേ.
ഇതൊക്കെ ഇനിയും നമുക്ക് ഇനിയിപ്പോൾ വേറൊരു മൂവീസിൻ്റെ ഒരു ഷോർട്ട് ആയിട്ടും അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്താ പറയുക ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ ചിത്രീകരിക്കാനാണെങ്കിലും ഒക്കെ ഇത് അവർ യൂസ് ചെയ്യുമായിരിക്കും. മേ ബി കുറച്ച് സ്ട്രക്ചറിൽ കുറച്ച് മോഡിഫിക്കേഷൻ വരുത്തിയും അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ. അതിലെ പെയിൻറ്റിങ് ആയാലും അങ്ങനത്തെയൊക്കെ മാറ്റിയിട്ടൊക്കെ അത് റീയൂസ് ചെയ്യുമായിരിക്കും അതൊക്കെ. ഇതിൻ്റെ മുകളിലൊരു അമ്പലം പോലെ പണിതിട്ടുണ്ട്. എല്ലാം സെറ്റാണ് കേട്ടോ. അങ്ങനെ ഒരു പൂജ നടക്കുന്നൊരു സ്ഥലമാണെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. എല്ലാം അതിനൊക്കെയുള്ള സംവിധാനങ്ങൾ ഇവിടെയുണ്ട്. ഇപ്പം ഒരു സീരിയലാണെങ്കിലും സിനിമയാണെങ്കിലും ഷൂട്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം ഇതൊക്കെ ഓർക്കുന്നു. ഇതിനകത്ത് ഞാൻ നിന്ന് വെറുതെ അതിനുള്ളിൽ കയറിയിട്ടൊക്കെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടായിരുന്നു. നല്ല രസമാണ് അതൊക്കെ കാണാൻ. നമ്മൾ ആ മൂവിയെ ഇങ്ങനെ ഓർക്കും, അയ്യോ ഇത്രയും എന്താണ് വലിയൊരു ഇതിലാണോ ഈ മൂവി ചെയ്തിരിക്കുന്നതെന്ന് തോന്നും കേട്ടോ. ഇങ്ങനെ രഥം പോലുള്ളതും അങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും അവിടെ തന്നെയുണ്ട്. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ ഓർക്കുന്നു ആ മൂവിയുടെ. പിന്നെ ഇവിടെ തന്നെ ഒരു ഒരു ഈറ്ററി ഇവിടെയുണ്ട്. ഒരു ചെറിയൊരു സംവിധാനം അവിടെ ആക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള കാര്യങ്ങളും അതുപോലെ ചെറിയൊരു ഷോപ്പിംഗ് ഏരിയാസൊക്കെ ഇതിൽ പല സ്ഥലങ്ങളിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരു ദിവസം നമ്മൾ ഈ രാമോജി ഫിലിം സിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മുടെ ഓപ്പണിംഗ് സെറിമണി ആ ഒരു ടൈമിൽ എത്തുവാണെങ്കിൽ ക്ലോസിംഗ് സെറിമണിയും കണ്ട് അത്രയും കാണാനും നമുക്ക് ശരിക്കും ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. ഒരു മൂവി എങ്ങനെ നിർമ്മിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ, ഈ രാമോജി ഫിലിം സിറ്റി സ്റ്റാർട്ട് ചെയ്യാനുണ്ടായ ആ ഒരു കാര്യങ്ങൾ ഒക്കെ, ആ ഇനീഷ്യൽ സ്റ്റേജസിലുണ്ടായ രാമോജി റാവു തന്നെ നമ്മളോട് സംസാരിക്കുന്ന വീഡിയോസ്, അങ്ങനെയുള്ള ഡോക്യുമെൻ്ററീസ് ഒക്കെ നമുക്ക് ഇതിലേക്ക് കാണാൻ പറ്റും. ഞാൻ അവിടെ വന്നിട്ട് അതിൻ്റെ ആ സിംഹാസനത്തിൻ്റെ മുകളിൽ അങ്ങോട്ട് മേലോട്ട് കയറിപ്പോയി. ശരിക്കും പറഞ്ഞാൽ എന്തോ ഒരു ഫീലാണ് കേട്ടോ അതിൻ്റെ മുകളിലോട്ട് കയറുമ്പോഴേ. അങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ ഒരു വോയിസ് ഇങ്ങനെ വരുന്നുണ്ട് അവിടുത്തെ. അപ്പോൾ അതിങ്ങനെ നമുക്കിങ്ങനെ കാതിലിങ്ങനെ മുഴങ്ങും. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ പറഞ്ഞ ഒരു ക്യാൻറ്റീൻ പോലെ ഒരു സ്ഥലമുണ്ട് കേട്ടോ. നമുക്ക് ആവശ്യമാണെങ്കിൽ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമുക്ക് അവിടുത്തെ കാഴ്ചകളിലേക്ക് മടങ്ങാം. പിന്നെ ഇന്ന ബസ്സിൽ കയറണം അങ്ങനെയൊന്നുമില്ല കേട്ടോ. അവിടെ നമുക്ക് എല്ലാം കഴിഞ്ഞിട്ട് അടുത്ത നെക്സ്റ്റ് വരുന്ന ബസ് ഏതാണോ അതിൽ കയറിയാൽ മതി. ഇങ്ങനെ ചെറിയൊരു ഷോപ്പിംഗ് ഏരിയ കൂടെ ഉണ്ട്. അങ്ങനെ ഷോപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അവിടെ ഷോപ്പ് ചെയ്യാം. കുറച്ചൊരു എക്സ്പെൻസീവ് ആണ് കേട്ടോ അവിടെ, എനിക്കങ്ങനെ തോന്നി, കമ്പയർ ടു ഔട്ട്സൈഡ്. അതെപ്പോഴും അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പോൾ ബാഹുബലി സെറ്റിൽ നിന്ന് നമ്മൾ നേരെ ഇറങ്ങി വന്നത് ഇങ്ങനെ ഒരു യൂറോപ്യൻ സ്ട്രീറ്റിലോട്ടാണ് കേട്ടോ. ഇനി നമ്മൾ ഇവിടുന്ന് അടുത്ത കാഴ്ചകളിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇനി ലൈവ് ഷോയും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ ഇവിടം കൊണ്ട് തീരുന്നില്ല. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.